ഹലോ മൈ ഡിയർ 11th എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസിൽ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ +1 പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ലോസ് ഓഫ് മോഷൻ എന്ന 4 ടോപ്പിക്സ് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, രണ്ടാമത്തേത് കൺസർവേഷൻ ഓഫ് മൊമെന്റം, മൂന്നാമത്തെ ടോപ്പിക് ഫ്രിക്ഷൻ ആൻഡ് നാലാമത്തേത് സർക്കുലർ മോഷൻ. ഇതില് സർക്കുലർ മോഷനിലെ ബേസ് ചെയ്തിട്ടുള്ള ബാങ്കിങ് ഓഫ് റോഡിന്റെ സേഫ് സ്പീഡ്, അതായത് സേഫ് സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് കർവ്ഡ് റോഡ് എന്നുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇതിലൊരു ഡെറിവേഷൻ പറയാനായിട്ട്. പിന്നെ ഒരു ഡെറിവേഷൻ പറയുന്നത് F is equal to ma, ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അതും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വിചാരിക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. പിന്നെ ഉള്ളത് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ പ്രൂഫും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ലോങ് ആൻസർ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൂടാതെ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേയേറെ ചോദ്യങ്ങൾ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് കാറ്റഗറിയിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോ വീഡിയോയിലോട്ട് കടക്കാം നമുക്ക്, അല്ലെ? ആദ്യത്തെ ചോദ്യം 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3 സബ്സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഫസ്റ്റത്തെ ചോദ്യത്തിന് 1 മാർക്ക്, പിന്നത്തെ 2 ക്വസ്റ്റ്യൻസിനും 2 മാർക്ക്. ആ രീതിയിലാണ് 5 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം എന്താണെന്ന് വായിക്കാം നമുക്ക്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ അറ്റ് ദ മൊമെന്റ് ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ നമ്മൾ N അല്ലെങ്കിൽ R രണ്ട് രീതിയിലുള്ള സിമ്പിൾസും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് N എന്നുള്ള സിമ്പിൾ ഫോളോ ചെയ്യാം, കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ N എന്നുള്ള സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന് FS എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ. FS ഈക്വൽ ടു μS ഇൻറ്റു N എന്നുള്ളതാണ് ഫോർമുല. ഇവിടെ μS എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, FS എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് N എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ. ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, determine the maximum acceleration of the train in which a box lying on its floor will remain stationary given that coefficient of static friction between the box and the train's floor is 0.15. നമ്മൾ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതായത് FS ഈക്വൽ ടു μS ഇൻറ്റു N എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ എന്നുള്ളതാണ്. ഫോഴ്സും ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. വാട്ട് ഇസ് ദാറ്റ്? F is equal to m into a എന്നുള്ളതാണ് ഫോഴ്സും ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? which is equal to μS into N എന്നുള്ളത്. ഐ മീൻ ഫോഴ്സും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും കൺസെപ്റ്റിന്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം ഓരോ ഭാഗവും നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് പോകും. അപ്പൊ ആദ്യം എല്ലാവരും കൺസെപ്റ്റ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് വരാം. ഓക്കെ, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തു, ഒരു ടേബിളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg, അത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ ഓപ്പോസ് ചെയ്തിട്ട് ആ ബുക്കിനെ ആ ടേബിളിൽ സ്റ്റേഷനറി ആക്കി വെക്കുന്ന ഫോഴ്സിനെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സർഫസസ് എന്നാണ്. ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം N എന്ന് പറയുന്നത് നമുക്ക് mg എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? ma is equal to μS into N എന്നതിന് പകരം ഞാൻ mg എന്ന് എഴുതി. അപ്പോൾ ഈ m ക്യാൻസൽ ആയി പോയി. നമുക്കിവിടെ ചോദ്യത്തില് ബോക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബോക്സിന്റെ മാസ് ഒന്നും പറഞ്ഞിട്ടില്ല. മാസ് ആവശ്യമില്ല, കാരണം നമ്മൾ ഇവിടെ ഈ ഫോമിൽ എഴുതുന്ന സമയത്ത് മാസുകൾ തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു μS into G എന്നുള്ളതാണ്. μS നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0.15. So 0.15 into acceleration due to gravity യുടെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 എടുക്കുവാണെങ്കിൽ which will be equal to 1.5 meter per second square. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതുപോലെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന 2 മാർക്കാണ്. കാൽക്കുലേഷൻ ഒന്നും അത്ര ഡിഫിക്കൽട്ട് അല്ല. ഇനി അടുത്ത 2 മാർക്കിന്റെ ചോദ്യം, സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. 4 കാര്യങ്ങളാണ് നമ്മൾ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ പറയാറുള്ളത്. ഒന്നാമത്തെ കാര്യം, ഫ്രിക്ഷൻ always tries to oppose the
മോഷൻ. അതായത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എപ്പോഴും മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓർ ദ ഷേപ്പ് ഓഫ് ദ സർഫസ്. സർഫസിന്റെ ഏരിയനോ ഷേപ്പിനെയോ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ depends on the normal reaction, that is static friction is directly proportional to normal reaction എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മൾ പറയാറുള്ളത് friction depends on the smoothness or roughness of the surface. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷനിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓർ ഷേപ്പ് ഓഫ് ദ സർഫസ് ഇൻ കോൺടാക്ട്. രണ്ടാമത്തേത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ 2 മാർക്കിന്റെ ആൻസർ ആയി അവിടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ഇസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ ആ ചോദ്യം വിടുവാണ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എ ലൈറ്റ് ബുള്ളറ്റ് ഇസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. ഇത് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ എവിടെയും സ്പീഡ് ഈക്വൽ ആണെന്ന് പറയുന്നില്ല. റാദർ ഇറ്റ് സേസ് അബൌട്ട് മൊമെന്റം. മൊമെന്റം ബിഫോർ ഫയറിംഗ് must be equal to total momentum after firing എന്നുള്ളതാണ്. അപ്പോൾ momenta of the bullet and the gun are equal in magnitude and opposite in direction എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. സെയിം ഡയറക്ഷൻ അല്ല വരുന്നത്. പിന്നെ വെലോസിറ്റി, സ്പീഡ്, അതിനെ കുറിച്ച് ഒന്നുമല്ല കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ഡെഫിനറ്റ്ലി എ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ റോങ്. ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ഇനി അതിനകത്ത് ഒരു ബി പാർട്ട് ഓഫ് ദ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ബൈ യൂസിങ് സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ ആൻസർ. നമ്മൾ ഇവിടെ പറഞ്ഞു മൊമെന്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഇവിടെ ഫയറിംഗ് ഓഫ് ദ ബുള്ളറ്റ് ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഫയറിംഗ് എന്ന് പറഞ്ഞത്. ഇനി 2 ബോൾസ് കൊളൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാൻ ഫയറിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് ഗൺ ആയതുകൊണ്ടാണ്. ഒരു ഗണ്ണിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഗണ്ണും റെസ്റ്റിലാണ്, അതുപോലെ തന്നെ ബുള്ളറ്റും റെസ്റ്റിലാണ്. വിച്ച് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റീസ് ഓഫ് ബോത്ത് ദ ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ 0. അപ്പോ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം അല്ലെ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റീസ് ബുള്ളറ്റിന്റെയും ഗണ്ണിന്റെയും 0 ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് എ ബിഗ് 0. 0 + 0 ആണ്. കാരണം രണ്ടിന്റെയും വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റവും 0 ആണ്. ഇനി ആഫ്റ്റർ ഫയറിംഗ് ഞാൻ മാസ് ഓഫ് ദ ബുള്ളറ്റിന് MB എന്ന് എഴുതുന്നു, VB എന്നാണ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എഴുതുന്നത്, പ്ലസ് മാസ് ഓഫ് ദ ഗണ്ണിനെ ഞാൻ MG എന്ന് എഴുതുന്നു. അത് നിങ്ങൾക്ക് M1 V1 എന്നൊക്കെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. പ്ലസ് MG VG വെലോസിറ്റി ഓഫ് ദ ഗൺ എന്ന് എഴുതി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു സംഭവത്തിന് നമ്മൾ ഒരെണ്ണത്തിന് ഇക്വേഷൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ വി ക്യാൻ റൈറ്റ് MPVB is equal to minus MGVG, which means, see, നമുക്കിവിടെ കാണാൻ പറ്റും momentum of the bullet and momentum of the gun are equal, but there is a negative sign which indicates that they are opposite. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തില്ലേ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ നമ്മൾ എങ്ങനെയാ ചെയ്തെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതി ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. അപ്പൊ ഈ തേർഡ് ക്വസ്റ്റിന് 3 മാർക്കാണ് ഉണ്ടായിരുന്നത്. 2019 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ആദ്യം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടിക്ക് ചെയ്താൽ നമുക്ക് 1 മാർക്ക് കിട്ടുന്നു. ഈ 2 സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ ഫർദർ 2 മാർക്കും കൂടെ കിട്ടി, 3 മാർക്ക് നമ്മുടെ കയ്യിൽ സെക്യൂർ ആയി. നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസസ് ഇംപെൻഡിങ് മോഷൻ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി അതിനകത്തുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? A question എന്ന് പറയുന്നത് റൈറ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്ടിങ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ F = μs × n എന്നുള്ളതാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്
ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോൺടാക്ട്. കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും ആ വസ്തു റെസ്റ്റിൽ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങി ബട്ട് ദ ഒബ്ജക്ട് ഡസൻ സ്റ്റാർട്ട് മൂവിങ് എന്ന് വെച്ചാൽ ആ സമയത്ത് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് കൂട്ടി കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ സം ടൈം ദ ഒബ്ജക്ട് വിൽ സ്റ്റാർട്ട് മൂവിങ് അല്ലെ. ഒബ്ജക്റ്റിന്റെ ഹെവിനെസ് അനുസരിച്ച് നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്ത് അതിനനുസരിച്ച് അത് മൂവ് ചെയ്ത് തുടങ്ങും. ഈ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തും എന്തുണ്ട്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂവ്മെന്റിലുള്ള വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും, റെസ്റ്റിലുള്ള വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, റെസ്റ്റിൽ വെറുതെ ഇരിക്കുന്ന വസ്തുവിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങി, പക്ഷെ നമ്മൾ കൊടുത്ത ഫോഴ്സ് വളരെ ചെറുതായതുകൊണ്ട് ഒബ്ജക്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ് ബട്ട് എ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ആ സമയത്തുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി ലോസ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കുന്ന സമയത്ത് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലും നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്, രണ്ട് ഫ്രിക്ഷനും ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏരിയ ഓഫ് കോൺടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്മൂത്ത്നെസ്, നേച്ചർ ഓഫ് ദ സർഫസ്. അതായത് സ്മൂത്ത്നെസ്, റഫ്നെസ്. റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ മോർ ഫ്രിക്ഷൻ വിൽ ബി അപ്ലൈഡ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ലെസ് ഫ്രിക്ഷൻ വിൽ ബി അപ്ലൈഡ് എന്നുള്ളത്. അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോൺടാക്ട്. ഡെഫിനറ്റ്ലി ബാക്കിയെല്ലാം ഒരെണ്ണം ഡിപ്പെൻഡന്റ് മറ്റേത് ഡിപ്പെൻഡന്റ് അല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആ 3 സ്റ്റേറ്റ്മെന്റ്സും റോങ് തന്നെയാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അതിലെ സി ക്വസ്റ്റൻ എന്താണ് നോക്കാം. അതിന് നമുക്ക് 3 മാർക്കാണ് ഉള്ളത്. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. A mass rests on a horizontal plane. The plane is gradually inclined until an angle theta with the horizontal. The mass just begins slide. Show that the coefficient of static friction between the block and the surface is equal to tan theta. ഇത് നമ്മളൊന്ന് ഡയഗ്രാം വരച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർഫസ്, അതിനെ നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉയർത്തിക്കൊണ്ടു ഇൻക്ലൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസ്. ഈ ഹൊറിസോണ്ടൽ സർഫസിനോട് ഈ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന സർഫസ് ഉണ്ടാക്കിയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. അതല്ലേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഇസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് until an angle theta with the horizontal. The mass just begins to slide. Show that the coefficient of static friction between the block and the surface is equal to tan theta എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം ഇതാണ് നമ്മളുടെ ബ്ലോക്ക്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്നതാണ് ബ്ലോക്ക്. ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബ്ലോക്കിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലെ. ഡെഫിനറ്റ്ലി ഏതൊരു വസ്തുവും ഭൂമിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്, mg, വിച്ച് വിൽ ബി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അതായത് സർഫസിന്റെ ഷേപ്പിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, നേരെ താഴേക്ക് ഭൂമിയുടെ സെന്ററിലോട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരിക. ഇനി ഒരു സർഫസിന്റെ മുകളിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെയിറ്റിനെ ഓവർകം ചെയ്യാനായിട്ട് സർഫസ് കൊടുക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സിന്റെ പേരാണ് നോർമൽ റിയാക്ഷൻ. അപ്പൊ ഇതാണ് എന്ത്? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, നോർമൽ റിയാക്ഷൻ ഞാൻ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. എഴുതി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, എൻ എന്ന ക്യാപിറ്റൽ എൻ ആണ് നമ്മൾ നോർമൽ റിയാക്ഷന് കൊടുക്കുന്ന സിമ്പിൾ. ഇനി നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്. അപ്പൊ സർഫസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ റിയാക്ഷൻ വരയ്ക്കേണ്ടത്. ഇത് തീറ്റ എന്നാണെങ്കിൽ ഈ mg എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ എങ്ങനെയാണ് വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ എക്സ്പ്ലനേറ്ററി വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് mgനെ നമുക്ക് രണ്ടായിട്ട്, y ആക്സിസിലും x ആക്സിസിലും 2 കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലെ. അപ്പോ എപ്പോഴും റിസോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ലൈനിനോടാണോ നമ്മൾ തീറ്റ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഡയറക്ഷനിൽ കോസ് കമ്പോണന്റും തീറ്റ മാർക്ക് ചെയ്യാത്ത ഡയറക്ഷനിൽ സൈൻ കമ്പോണന്റും ആയിരിക്കും. അപ്പൊ ഇവിടെ mgയുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരെണ്ണം mg കോസ് തീറ്റ. ഇനി ഈ ഡയറക്ഷനിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ തീറ്റ മാർക്ക് ചെയ്തത് അല്ലെ. ഇതാണ് mg എന്ന് പറയുന്ന ലൈൻ. ഈ mg എന്ന് പറയുന്ന ലൈനും ഈ x ആക്സിസും തമ്മിൽ യാതൊരു ആംഗിളും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സൈഡിലോട്ട് നമുക്ക് എന്ത് എഴുതാം? mg സൈൻ തീറ്റ എന്ന് എഴുതാം.
ഇനി ഈ ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും സ്ലൈഡ് ചെയ്യുന്നുണ്ടാവുക? ഡെഫിനറ്റ്ലി കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്കറിയാം താഴേക്കാണ് അത് സ്ലൈഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് അല്ലെ. ആ തുടങ്ങുന്ന സമയത്ത് ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. സ്ലൈഡ് ചെയ്യുന്ന താഴേക്കാണെങ്കിൽ ഫ്രിക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 4 ഫോഴ്സസ് ഉണ്ട്. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്നാണ് പറയുന്നത്, അതായത് സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ വെർട്ടിക്കൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് മുകളിലോട്ടും താഴേക്കുമായിട്ട് 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് N എന്ന് പറയുന്ന ഫോഴ്സ്, രണ്ടാമത്തേത് mg cos θ. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ വസ്തു മുകളിലോട്ടോ താഴേക്ക് മൂവ് ചെയ്യാത്തത്. അപ്പൊ N is equal to mg cos θ എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒരെണ്ണം mg sin θ, അതിന് ഓപ്പോസിറ്റ് വരുന്നത് fs ആണ്. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നു mg sin θ is equal to fs. fs എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റിനോട് ബന്ധപ്പെട്ടത് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 തവണ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു അത്? ഞാൻ എഴുതാൻ പോകുന്നു mg sin θ equal to fs-ന് പകരം എനിക്ക് എഴുതാൻ പറ്റുന്നത് mu into n എന്നുള്ളതാണ്. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് n എന്ന് പറയുന്നത് എന്താണ്? mg cos θ. അപ്പൊ ഇവിടുത്തെ n-ന് പകരം ഞാൻ ഈ mg cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ വാട്ട് വിൽ ഐ ഗെറ്റ്? mg sin θ is equal to mu into n-ന് പകരം എന്ത് എഴുതാം? mg cos θ എന്ന് എഴുതാം. Got it? ഈ mgയും കട്ടായി പോയി. mu is equal to sin θ divided by cos θ. What is sin by cos? Nothing but tan θ. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? mu is equal to tan θ. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is equal to tan θ. mu is equal to tan θ എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്തത്. അപ്പൊ നമ്മളുടെ 3 മാർക്ക് ഇവിടെ നമ്മൾ എളുപ്പത്തിൽ സ്കോർ ചെയ്തു. ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം ഡയഗ്രം വരയ്ക്കണം, ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യണം, അതിന് mg-നെ നമ്മൾ റിസോൾവ് ചെയ്ത് 2 ആയിട്ട് എഴുതണം. ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യുക, വെർട്ടിക്കൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതും എല്ലാവർക്കും മനസ്സിലായി കാണുന്നതാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് many particle system is proportional to dash on the system. ഇത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞത് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് മെനി പാർട്ടിക്കിൾ സിസ്റ്റം is proportional to, ഒന്ന് സെക്കൻഡ് ലോ ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ, is proportional to applied external unbalanced force എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇന്റേണൽ ഫോഴ്സ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ട വേർഡ്. അപ്പൊ അവിടെ നമുക്ക് 1 മാർക്ക് കിട്ടി. വളരെ എളുപ്പത്തിൽ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ആ ആൻസർ എഴുതാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 6th question. A car and a truck have the same kinetic energies at a certain instant while they are moving along 2 parallel roads. Which one will have greater momentum? കൈനറ്റിക് എനർജീസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിനാണ് മൊമെന്റം കൂടുതൽ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഈ കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. എന്താണ് കൈനറ്റിക് എനർജി? Ke is equal to p square divided by 2m എന്നുള്ളതാണ് കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ കൈനറ്റിക് എനർജീസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കാറും ഒരെണ്ണം ട്രക്കും ആണ്. അപ്പൊ ഞാന് കാറിന് സി എന്നും സബ്സ്ക്രിപ്റ്റും ട്രക്കിന് നമുക്ക് ടി എന്നുള്ള സബ്സ്ക്രിപ്റ്റും കൊടുക്കാം. ഈ M1 M2 എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആണ്. 1 ആണോ ട്രക്ക് എടുത്തേ, 2 ആണോ കാർ എടുത്തേന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് കൈനറ്റിക് എനർജീസ് ഈക്വൽ ആണ്, വിച്ച് മീൻസ് p square by 2m must be equal to p square by 2m of the car അല്ലെ. അപ്പൊ ഞാൻ ആദ്യം p t square by 2mt എന്ന് എഴുതി. അതായത് ട്രക്കിന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജീസ് ഈക്വൽ എന്നാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാറിൻ്റെത് p c square divided by 2mc എന്ന് എഴുതി. ഓക്കെ, അപ്പൊ 2 നമുക്ക് കട്ടായി പോയി. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് മൊമെന്റത്തിന്റെ റേഷ്യോ ആയിട്ട് എഴുതുവാണെങ്കിൽ എന്ത് എഴുതാം? pt square divided by pc square is equal to, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യണം? മാസിനെ നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുവരണം. mt divided by mc. നമുക്ക് നമ്മളുടെ കോമൺ സെൻസ് അനുസരിച്ച് അറിയാം, ട്രക്കും ഒരു കാറും കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ട്രക്കിനായിരിക്കും മാസ് കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. കാരണം മാസ് ഓഫ് ദ ട്രക്ക് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ കാർ. അതിന്റെ അർത്ഥം എന്താണ്? pt സ്ക്വയർ, അതായത് ഈ സീനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്തെഴുതാം? ഗ്രേറ്റർ ദാൻ pc സ്ക്വയർ. അപ്പൊ ഏതിനായിരിക്കും ഗ്രേറ്റർ മൊമെന്റം ഉണ്ടായിരിക്കുക? ട്രക്കിനായിരിക്കും ഗ്രേറ്റർ മൊമെന്റം ഉണ്ടായിരിക്കുന്നത്.
എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളത്. അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇഫ് മാസ് ഓഫ് ദ ട്രക്ക് ഈസ് 100 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ കാർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ലോസി എന്നല്ല കേട്ടോ, വെലോസിറ്റീസ് എന്നാണ് അതിൽ വേർഡ് വിട്ടുപോയിട്ടുള്ളതാണ്. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ദ ട്രക്ക് ടു ദാറ്റ് ഓഫ് ദ കാർ. കാറിന്റെയും ട്രക്കിന്റെയും വെലോസിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സി, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനിൽ തന്നെ pT²/PC പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? mt into vt the whole square divided by mc into vc the whole square is equal to mt divided by mc എന്നാണ്. ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, അപ്പൊ ഒരു mt ഒരു mt ഇവിടുന്ന് കട്ടായി പോയി, അതുപോലെ ഒരു mcയും ഇവിടുന്ന് കട്ടായി പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: mt into vt square divided by mc into vc square is equal to 1 എന്ന് എഴുതി. അല്ലെങ്കിൽ നമുക്ക് റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എന്നാണ് ചോദ്യം അല്ലെ, വെലോസിറ്റീസ് ഓഫ് ദ ട്രക്ക് ടു ദാറ്റ് ഓഫ് ദ കാർ, വിച്ച് മീൻസ് vt square divided by vc square എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? mc divided by mt എന്ന് എഴുതാം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ, എന്താണ്? മാസ് ഓഫ് ദ ട്രക്ക് ഇസ് 100 times greater than that of the car. അപ്പൊ മാസ് ഓഫ് ദ ട്രക്കിന് പകരം 100 times mc എന്ന് നമുക്ക് എഴുതാം, മാസ് ഓഫ് ദ കാർ എന്നല്ലേ. അപ്പൊ mc divided by 100 into mc എന്ന് എഴുതാം. ഈ mcയും കട്ടായി പോയി, which means vt by vc the whole square is equal to 1 by 100, which means vt by vc will be equal to എന്തെഴുതണം? റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് 100 is 10, so 1 by 10. റേഷ്യോ എന്ന് എഴുതുമ്പോൾ നമുക്ക് 1:10 എന്ന് ആൻസർ എഴുതാം. അപ്പൊ അതാണ് ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. A man jumping out of a slow moving bus falls forward. ഇത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല, അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഡിസ്കഷൻ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിംഗ് ദ റോഡ്സ് ആർ ബാങ്ക്ഡ് അറ്റ് കർവ്സ്. ബാങ്കിങ് ഓഫ് റോഡ്സ് നമ്മൾ പഠിച്ചു, അതിന്റെ കാര്യമാണ് പറയുന്നത്. വാട്ട് ഇസ് മെന്റ് ബൈ ബാങ്കിങ് ഓഫ് റോഡ്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മാക്സിമം സേഫ് സ്പീഡ്, ദ ഔട്ടർ എഡ്ജസ് of the sharp turned roads are raised. ആ റേസിംഗ് ഫിനോമിനെ പറയുന്ന പേരാണ്. ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ്സിനെ കുറച്ചൊന്ന് ലെവലിൽ നിന്ന് കുറച്ചൊന്ന് റേസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നുള്ളത്. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം എന്താണ്? B. Sketch the schematic diagram of a vehicle on a banked road with friction and mark various forces. C എന്ന് പറയുന്നത് derive an expression for maximum safe speed of a vehicle on a banked road with friction. ഇത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ക്വസ്റ്റൻ ആണ്. ബാങ്കിങ് ഓഫ് റോഡ്സിനെ കുറിച്ച് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, ഒരു 100% നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ എട്ടാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ, എങ്ങനെയാണ് നമ്മൾ ഡയഗ്രം വരച്ചത്, എന്തൊക്കെ ഫോഴ്സസ് ആണ് മാർക്ക് ചെയ്തത്, അതുപോലെ തന്നെ മാക്സിമം സേഫ് സ്പീഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെന്നുള്ളത്. അപ്പൊ ഇതൊന്നുകൂടെ ചെയ്യേണ്ട കാര്യമില്ല, അത് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ്. നമ്മൾ നേരത്തെ ഇപ്പൊ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് വന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മൊമെന്റം ഓഫ് ദ ഗൺ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഷോട്ട്. നോ. മൊമെന്റം അക്വയർഡ് ബൈ ദ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. ഗൺ ആൻഡ് ഷോട്ട് അക്വയർ സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. ബി എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൊമെന്റം അക്വയർഡ് ബൈ ദ ഗൺ ആൻഡ് ദ ഷോട്ട് ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, പക്ഷെ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം എന്താണ്? എ ഷെൽ ഓഫ് മാസ് 0.020 kg is fired by a gun of mass 100 kg if the muzzle speed of the shell. Muzzle speed എന്ന് പറഞ്ഞാൽ ഷെല്ല് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് മാത്രമേ അതിന്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ. muzzle speed of the shell is 80 meter per second. What is the recoil speed of the gun എന്നുള്ളതാണ് ചോദ്യം. അപ്പോ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? മാസ് ഓഫ് ദ ഷെല്ല് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാസ് ഓഫ് ദ ഗണ്ണ് തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ദ ഷെല്ലും കൂടെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചൊരു കാര്യമായിരുന്നു, എന്താണ്? ഇവയുടെ മൊമെന്റം വിൽ ബി ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ്. ഞാൻ മാസ് ഓഫ് ദ ഷെല്ലിന് MS എന്ന് എഴുതുന്നു, സ്പീഡ് ഓഫ് ദ ഷെല്ലിന് VS എന്ന് എഴുതുന്നു, വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് mg, ഗണ്ണിന്റെ
into VG എന്ന് എഴുതാം. സോറി, VG എന്ന് എഴുതാം ഗണ്ണിന്റെ അല്ലെ. ഗണ്ണിന്റെ വാട്ട് ഇസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ VG വിൽ ബി ഈക്വൽ ടു ഈ മൈനസ് എം ജിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് സംഭവിക്കും? മൈനസ് MS/VS ഡിവൈഡഡ് ബൈ MG എന്ന് എഴുതാം. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. MS is 0.020, 0.020 into VS എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ഷെൽ 80 ഡിവൈഡഡ് ബൈ MG എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ ഗണ്ണ് 100 kg തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100 നമുക്ക് എഴുതാം. വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇത് ഇവിടെ കട്ടായി പോയി, 0.020 into 0.8 എന്ന് വരും അല്ലെ. 8/10 is 0.8, which will be equal to 2 into 8 16 ആണ്. എത്ര പോയിന്റ് നമുക്ക് കൊണ്ടുവരണം? 1 2 3 പോയിന്റ്സ്. അപ്പൊ 0.016 മൈനസ് എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ട് ഇവിടെ. അപ്പൊ മൈനസ് 0.016 മീറ്റർ പെർ സെക്കൻഡ് ആണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ആയിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ 9ാമത്തെ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന 2 മാർക്കാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഈക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സ്? ഈക്വിലിബ്രിയം ഓഫ് ഫോഴ്സസ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ല, അതുകൊണ്ട് ആ ഒരു ടോപ്പിക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ചോദ്യം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ചിട്ടുള്ളതാണ്. Sorry, the man wears shoes and does not slip, the block moves towards stationary. Equal and opposite forces exert ചെയ്യുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഇപ്പൊ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത്, the schematic diagram of a circular motion of a car on a banked road is given. ബാങ്ക്ഡ് റോഡിൽ നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രം ആണ്. അതിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. If the centripetal force is provided by the horizontal component of N and F arrives at an expression for maximum safe speed. നമ്മളോട് ഡെറിവേഷൻ ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാങ്കിങ് ഓഫ് റോഡിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ വീഡിയോ കണ്ടു കാണുന്നതാണ് വിചാരിക്കുന്നത്. ഇനി കാണാത്തവരും പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. The optimum speed of a car on a banked road to avoid wear and tear on its tire is given by, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അതിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. റൂട്ട് ഓഫ് RG tan θ അല്ലെങ്കിൽ റൂട്ട് ഓഫ് NG tan θ എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് RG tan θ എന്നുള്ളത്. ഏതുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമ്മൾ ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ അങ്ങ് ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ അലോങ് എ സർക്കുലർ ട്രാക്ക് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സ്പേസ് സ്പീഡ്. പഠിക്കുക. ഓക്കെ. Why do we give banking to curved roads? Curved roadsനെ നമ്മൾ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ബാങ്കിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ റൂട്ട് ഓഫ് mu RG എന്നുള്ളതാണ് നമ്മളുടെ മാക്സിമം സേഫ് സ്പീഡ്. അതായത് സേഫ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷന് മാത്രമാണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് മാത്രമാണ്. അപ്പോ ഫ്രിക്ഷൻ വളരെ കുറവായിട്ടുള്ള, വളരെ എന്താ പറയുക, സ്ലിപ്പറി ആയിട്ടുള്ള റോഡിലൊക്കെ വളരെ സ്ലോയില് മാത്രമാണ് ടേൺസ് എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ in addition to frictional force, component of normal reaction will also be contributing towards the centripetal force. ബാങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ മാത്രമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്താൽ 2 കമ്പോണൻസ് വരും. അതായത് ഫ്രിക്ഷന്റെ കമ്പോണന്റ് വരും, നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് ഓൾസോ വിൽ കോൺട്രിബ്യൂട്ട്. വിച്ച് മീൻസ് ഈ സേഫ് സ്പീഡിന്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സേഫർ ആയിട്ട് ടേൺസ് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം. അടുത്ത ചോദ്യം തന്നെ, ഹോഴ്സ് സഡൻലി സ്റ്റാർട്ട്സ് മൂവിങ്, ദ റൈഡർ ഫെയിൽസ് ബാക്ക്വേർഡ്. അത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ തൽക്കാലം ചെയ്യുന്നില്ല, അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട്. അതിന്റെ ബി ക്വസ്റ്റൻ എന്താണ്? സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് പ്രൂവ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ പഠിച്ചതാണ്, in an isolated system the total momentum remains conserved, which means momentum before collision must be equal to momentum after collision. അതിന്റെ ഡെറിവേഷനും നമ്മൾ തിയറി പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചതാണ്. എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. An iron ball and a wooden ball of the same radius are released from the height in vacuum. The iron ball will reach the ground first. ഉണ്ടോ? ഇല്ല, ഇറ്റ്സ് റോങ്. ബിക്കോസ് വെൻ എനിത്തിങ് ഇസ് ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ്, അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 2 വസ്തുക്കളിലും സെയിം ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക. മീൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ദ സെയിം, സോ ദേ വിൽ ബി റീച്ചിങ് ദ ഗ്രൗണ്ട് അറ്റ് ദ സെയിം ടൈം. അപ്പൊ ഇത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്കൊരു ഫോഴ്സ് ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Given graph ABCD shows
വേരിയേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ടൈം ഫോർ എ ബോഡി പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, യൂസിംഗ് ദ ഗിവൺ ഗ്രാഫ് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി അലോങ് എ ബി ഇസ് കോൺസ്റ്റന്റ്. ആദ്യം നോക്കുക, എ ബി ഏതാണ്, എവിടെ നമ്മുടെ ഗ്രാഫ്, ഇതാണ് എ ബി. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ടൈം ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻ വന്നിരിക്കുന്നത് അല്ലെ. എയിലുള്ള അതേ വാല്യൂ തന്നെയാണ് ബിയിലുള്ള വാല്യൂ, വിച്ച് മീൻസ് ഫോഴ്സ് ഇസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ അത് ട്രൂ ആണ്. അടുത്തത്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി അലോങ് സി ഡി ഇസ് സീറോ. സി ഡി എവിടെയാണ്, ഓക്കെ, സി ഡി താഴെ സീറോയിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ട്രൂ. അപ്പൊ രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കൺസർവ്ഡ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റീജിയൻ ഓൺ ദ ഗ്രാഫ് അറ്റ് വിച്ച് ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് മൊമെന്റം. See, നമ്മൾ according to Newton's second law of motion, rate of change of momentum is proportional to force. അപ്പോ മൊമെന്റം കോൺസ്റ്റന്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഫോഴ്സ് സീറോ ആയിരിക്കണം അല്ലെ. അപ്പോഴാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് സീറോ ആവുന്ന സമയത്താണ് മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്നത്. അപ്പൊ ഇവിടെ ഫോഴ്സ് സീറോ ആവുന്നത് എപ്പോഴാണ്, സി ഡി എന്ന് പറയുന്ന റീജിയനിലാണ്. സോ അറ്റ് സി ഡി ദ change in momentum will not be there, which means constant momentum will be there. Draw momentum time graph for the given graph എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫോഴ്സ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനോട് ബേസ് ചെയ്തിട്ട് മൊമെന്റം ടൈം ഗ്രാഫ് ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മൊമെന്റം വൈ ആക്സിസിൽ എടുക്കുക, ടൈം എക്സ് ആക്സിസിൽ എടുക്കുക. ഫോഴ്സ് കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് there is a കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ മൊമെന്റം എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഫോഴ്സ് കോൺസ്റ്റന്റ്, ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് കോൺസ്റ്റന്റ്. ചേഞ്ച് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക അല്ലെ. ദർ ഇസ് എ ചേഞ്ച് ബട്ട് കോൺസ്റ്റന്റ് ചേഞ്ച്. ഇനി സി ഡി, അപ്പൊ ഇതാണ് എ ബി. സി ഡി എന്ന് പറയുന്നത് ഫോഴ്സ് സീറോ. ഫോഴ്സ് സീറോ എന്ന് വെച്ചാൽ എന്താ, മൊമെന്റം കോൺസ്റ്റന്റ്. അപ്പൊ ഇതാണ് സി, ഇതാണ് ഡി. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു തന്നിരിക്കുന്ന ഫോഴ്സ് ടൈം ഗ്രാഫിനെ നമുക്ക് മൊമെന്റം ടൈം ഗ്രാഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റൻ എന്താണ്, സ്റ്റേറ്റ് the following statements true or false എന്നാണ്. A spring balance gives mass of a body while common balance gives its weight. നേരെ തിരിച്ചാണ് വരേണ്ടത്. Spring balance will give weight whereas common balance will give mass. അപ്പൊ ഇത് false statement ആണ്. അടുത്തത്, if the same force is applied on two different bodies on two bodies of different masses for the same time, then the change in momentum of the two bodies is the same. See, change in momentum എന്ന് പറയുന്നത് directly proportional to force. Rate of change of momentum is directly proportional to force. ഇവിടെ ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈമും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ഓൾസോ ബി സെയിം. ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ മാസ്. ഓക്കെ, അപ്പോ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി എന്താണ്, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അറിയാം, the rate of change of momentum of a body is directly proportional to applied external unbalanced force. And arrive at the equation of force. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്, വീഡിയോ കണ്ടെല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്, എ മോട്ടോർ സൈക്കിൾ ആൻഡ് എ ബസ് ആർ മൂവിംഗ് വിത്ത് സെയിം മൊമെന്റം, വിച്ച് ഓഫ് ദം ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി, ജസ്റ്റിഫൈ. നമ്മൾ നേരത്തെ മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെയിം മൊമെന്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ആ റിലേഷൻ, kinetic energy is equal to p square divided by 2m എന്നുള്ളതാണ്. ഇത് ഒരെണ്ണം എന്താണ്, ബസ്, ആൻഡ് another one is motor cycle. അപ്പൊ ഞാൻ സി എന്നും ബി എന്നും ഇടാൻ പോവാണേ. പി സെയിം ആണ്, കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കാം അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ നമ്മൾ എടുത്ത് നോക്കാം, വിച്ച് ഇസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2mc. ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 2 into mb divided by p square. ഇത് ഞാൻ this is what kinetic energy of cycle divided by kinetic energy of bus is equal to this. Okay, ഇവിടെ 2 കട്ടായി പോയി. അതുപോലെ തന്നെ നമുക്ക് പി സ്ക്വയർ കട്ടാക്കാം, കാരണം ഈക്വൽ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബസ് എന്ന് പറയുന്നത് it will be equal to mass of the bus divided by mass of the cycle. ഈ സൈക്കിളും ബസ്സും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും മാസ് കൂടുതൽ, ബസ്സിനായിരിക്കും മാസ് കൂടുതൽ അല്ലെ. വിച്ച് മീൻസ് ഈ ഒരു റേഷ്യോ വിൽ ബി ഗ്രേറ്റർ ദാൻ 1, which means kinetic energy of the cycle divided by kinetic energy of the bus will be greater than 1,
or kinetic energy of the cycle will be greater than kinetic energy of the bus. Appo which one will have greater kinetic energy? Cycle will have greater kinetic energy. Prove ചെയ്യാൻ പറഞ്ഞു, നമ്മൾ അത് പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് ഉത്തരത്തിലോട്ട് എത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ 15 ക്വസ്റ്റ്യനിൽ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട്സും ഫീഡ്ബാക്സും സജഷൻസും എല്ലാം കമന്റ് ആയിട്ട് എഴുതാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ ഒന്ന് പരിഗണിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.